ബഹുമാനപ്പെട്ട ഹാരിസ് അൽ-അഅ്വർ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, മററത്തു ഫിൽ മസ്ജിദ്, പള്ളിയുടെ ഓരത്ത് കൂടി ഞാൻ നടന്നു പോകുമ്പോൾ, വന്നാസു യഖൂലൂന ഫിൽ ഹദീസ്, ജനങ്ങളെല്ലാം അനാവശ്യ സംസാരങ്ങളിൽ വ്യാപൃതരായി കൊണ്ടിരിക്കുകയാ. ഫദഖൽതു അലാ അലി, അലി റളിയല്ലാഹു അൻഹുവിന്റെ അരികിലേക്ക് ചെന്നുപോയി. ഫഖുൽതു, ചോദിച്ചു, യാ അമീറൽ മുഅ്മിനീൻ, അലാ തറാ അന്നന്നാസ ഖദ് ഖാളൂ ഫിൽ ഹദീസ്, ജനങ്ങളെല്ലാം ആവശ്യമില്ലാത്ത സംസാരവുമായി ബന്ധപ്പെടുന്നത് കാണുന്നില്ലയോ മഹാനവറുകളെ, അമീറുൽ മുഅ്മിനീനെ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അമീറുൽ മുഅ്മിനീൻ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അവ ഖദ് ഫഅലൂഹാ, അങ്ങനെ അവർ പ്രവർത്തിക്കുന്നുണ്ടോ, അങ്ങനെ അവർ പ്രവർത്തിക്കുന്നുണ്ടോ? നഅം, ഞാൻ പറഞ്ഞു, അതെ, അങ്ങനെ അവർ ദുനിയാവുമായി ബന്ധപ്പെട്ട് ദുനിയാവിന്റെ സംസാരത്തിൽ കഴിഞ്ഞുകൂടുകയാണെന്ന് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട അലിയാർ തങ്ങൾ പറയുകയാണ്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഞാൻ കേട്ടു, ഇന്നഹാ സതകൂനു ഫിത്ന, അതൊരു ഫിത്നയാണ്, അതൊരു ഇടങ്ങേറാണ്, അതൊരു പ്രശ്നമാണ്, അത് നാശത്തിന്റെ അടയാളമാണ്. ഖുൽതു, ഞാൻ ചോദിച്ചു, ഫമൽ മഖ്റജു മിൻഹാ യാ റസൂലല്ലാഹ്, നബിയെ അതിൽ നിന്ന് രക്ഷ നേടാനുള്ള മാർഗം എന്താണ്, രക്ഷാമാർഗം എന്താണെന്ന് ഹബീബായ റസൂലുള്ളാഹി തങ്ങളോട് ഞാൻ ചോദിച്ചപ്പോ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, കിതാബുല്ലാഹ്, അല്ലാഹുവിന്റെ ഗ്രന്ഥം, കിതാബുല്ലാഹ് അല്ലാഹുവിന്റെ കലാമാണ്. അല്ലാഹുവിന്റെ കലാം എന്ന് പറഞ്ഞാൽ എന്താണ്? ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ വിശദീകരിക്കുകയാണ്, ഫീഹി നബഉ മാ ഖബ്ലകും, മുൻഗാമികളുടെ ചരിത്രങ്ങൾ, അവരുടെ ജീവിത വ്യവസ്ഥകൾ, അവരുടെ പ്രവർത്തന മണ്ഡലങ്ങൾ, അവരെ ഏത് കോലത്തിൽ ഏതവസ്ഥയിൽ അല്ലാഹു അവരെ കൈകാര്യം ചെയ്തു എന്നതിനെ കുറിച്ച് സവിഷ്ടമായി പ്രതിപാദിച്ചിട്ടുള്ള ഗ്രന്ഥമത്രേ ഖുർആൻ. ഫീഹി നബഉ മാ ഖബ്ലകും വഖബറു മാ ബഅദകും, ഈ വർത്തമാന കാലഘട്ടങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യ, മുൻഗാമികളുടെ ചരിത്ര പശ്ചാത്തലങ്ങൾ പഠിച്ചുകൊണ്ട് തന്റെ ജീവിതത്തിന്റെ ഭാഗത്തെ മിനുക്കിയെടുക്കാൻ തയ്യാറായില്ല എങ്കിൽ അവരെ പോലെ തന്നെ നിങ്ങളെയും നാം അധർമ്മത്തിന്റെ കുഴിയിലേക്ക് നാം വലിച്ചിടുകയും കത്തിയെരിയുന്ന നരകത്തിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്യുമത്രേ. വഖബറു മാ ബഅദകും, നിങ്ങൾക്ക് ശേഷമുള്ളവരുടെ അവസ്ഥയെക്കുറിച്ച്, അവർ നല്ല അവസ്ഥയിൽ നടന്നാൽ അവർക്കുള്ള സന്തോഷ വാർത്തയെക്കുറിച്ച്, അവർ അധർമ്മകാരികളായാൽ അവർക്കുള്ള മുന്നറിയിപ്പിനെ കുറിച്ച് ഖുർആനിൽ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. അലിയേ, വഹുകുമു മാ ബൈനകും, നിങ്ങൾക്കിടയിലുള്ള നീതിയും ധർമ്മവും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഗ്രന്ഥമത്രേ ഖുർആൻ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർത്താതെ പറയുകയാണ്, പരിശുദ്ധ ഖുർആനിന്റെ മഹത്വങ്ങളും പരിശുദ്ധ ഖുർആനിന്റെ ഉള്ളടക്കങ്ങളും എന്താണ് ഖുർആൻ എന്ന് ലോകത്തോട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശദീകരിച്ചു കൊടുക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, മൻ ഖസമ മൻ തറകഹു മിൻ ജബ്ബാരിൻ ഖസമഹുല്ലാഹ്, ആരൊരാൾ ഈ പരിശുദ്ധ ഖുർആനിനെ അഹങ്കാരവാഞ്ചയോടുകൂടി പുറന്തള്ളുന്നുവോ, അതിനെ വലിച്ചെറിയുന്നുവോ, നാളെ അല്ലാഹു അവനെ കൈകാര്യം ചെയ്യുമത്രേ. കാരണം എന്താണ്? വഹുവ ഹബ്ലുല്ലാഹിൽ മതീൻ, അത് പൊട്ടിപ്പോകാത്ത പാശമത്രേ, പൊട്ടിപ്പോകാത്ത പാശമത്രേ. ആരൊരാൾ അതിനെ മുറുകെ പിടിക്കുന്നുവോ അവൻ രക്ഷപ്പെട്ട വഴികളിലാണ്. വഹുവ ദിക്റുൽ ഹകീം വഹുവ സിറാത്തുൽ മുസ്തഖീം, നേരായ വഴികളെ, സത്സരണിയെ, സൽപന്ഥാവിനെ ഇഷ്ടപ്പെടുന്ന ഏതൊരു വ്യക്തികൾക്കും അനുകരിക്കാവുന്ന ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. അത് ജ്ഞാനം അതിനകത്തുണ്ട്, അള്ളാഹുവിന്റെ ഇൽമുകളും അവന്റെ സന്ദേശങ്ങളും അവന്റെ വിധിവിലക്കുകളും അതിനകത്ത് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അലിയേ, ആ വഴികളെ പിൻപറ്റിയാൽ നേരെ സ്വർഗത്തിലേക്കാണ് ആ ഖുർആൻ കൊണ്ടെത്തിക്കുക. വഹുവ സിറാത്തുൽ മുസ്തഖീം,
ലാ തസിയഗു ബിഹിൽ അഹ്വാ. ശരീരത്തിന്റെ ഇച്ഛകൾക്ക് ഖുർആനിനെ കീഴ്പ്പെടുത്താൻ കഴിയുകയില്ല. പരിശുദ്ധ ഖുർആനിന്റെ വഴികളെ സ്വീകരിക്കുന്ന ഒരു വ്യക്തിയെ ഖുർആനിന്റെ ബർക്കത്ത് കൊണ്ട്, ഖുർആനിന്റെ ശക്തി കൊണ്ട്, ഖുർആനിന്റെ അമൂല്യ ഗ്രന്ഥത്തിന്റെ ആ മഹത്വം കൊണ്ട് ഒരു പിശാചിനും കീഴ്പ്പെടുത്താൻ കഴിയുകയില്ല. ദുനിയാവിലെ എത്രത്തോളമുള്ള സംസ്കാരങ്ങളെ പിൻപറ്റുന്ന വ്യക്തിയാണെങ്കിലും ലാ തസിയഗു ബിഹിൽ അഹ്വാ, പരിശുദ്ധ ഖുർആനിനെ അംഗീകരിക്കാനും ആ വഴികളെ സ്വീകരിക്കാനും തയ്യാറുണ്ടോ, ആ വ്യക്തികളെ തീർച്ചയായും ദുനിയാവ് കീഴ്പ്പെടുത്തുകയില്ല. പരിശുദ്ധ ഖുർആനിന് അവിടെ വിജയം അല്ലാഹു നൽകുകയാണ്. വമൻ ഇബ്തഗാ ഫീ ഗൈരിഹി ആരൊരാൾ ഹിദായത്തിന്റെ മാർഗം ഈ ഖുർആനിന്റെ വഴികളല്ലാതെ മറ്റൊരു വഴികളെ തിരഞ്ഞെടുക്കുന്നുവെങ്കിൽ അല്ലാഹു അവനെ പിഴപ്പിച്ച് കളയുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. ലാ തശ്ബഉ മിൻ ലാ യശ്ബഉ മിൻഹുൽ ഉലമാ. എത്രത്തോളം ഈ ഖുർആനിനെ ഉലമാക്കൾ കേട്ടാലും മുഅ്മിനീങ്ങൾ കേട്ടാലും അവർക്ക് വയറ് നിറയുകയില്ല. വിശ്വാസികളാണോ, ഖുർആനിന്റെ വക്താക്കളാണോ, പരിശുദ്ധ ഖുർആനിനെ നെഞ്ചിലേറ്റി നടക്കാൻ കൊതിക്കുന്നവരാണോ, ഈ ഖുർആനിന്റെ ഉള്ളടക്കങ്ങളും അതിന്റെ ആയത്തുകളും കേട്ട് കഴിഞ്ഞാൽ അവരുടെ വയറ് നിറയുകയില്ല അലിയേ, വയറ് നിറയുകയില്ല അലിയേ. ലാ യശ്ബഉ മിൻഹുൽ ഉലമാ. ഇന്നമൽ മുഅ്മിനൂൻ അല്ലദീന ഇദാ ദുകിറല്ലാഹു അലൈഹി വജലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. വിശ്വാസികൾ ഖുർആൻ പാരായണം ചെയ്യപ്പെടുന്ന സദസ്സിലിരുന്നാൽ ഖുർആനിന്റെ ആയത്തുകളും വചനങ്ങളും അവർ കേട്ടുകഴിഞ്ഞാൽ അവരുടെ ഹൃദയത്തിലേക്ക് അതിന്റെ ഓരോ മുത്തുമണികൾ ആഴ്ന്നിറങ്ങുമ്പോൾ അവരുടെ ഹൃദയം പിടയ്ക്കുകയാണ്, ഹൃദയം തുടിക്കുകയാണ്. വജ്ലത്ത് ഖുലൂബുഹും, അവരുടെ ഹൃദയം ഭയവിഹ്വലമാവുകയാ, ഭയം കൊണ്ട് നിറയുകയാ. വൈദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാൻ കുറഞ്ഞു പോയ മനുഷ്യ മക്കൾ ആരെങ്കിലും ഏതെങ്കിലും സദസ്സിലുണ്ടെങ്കിൽ ഖുർആനിന്റെ സദസ്സിലേക്ക് അവർ കടന്നു വന്നാൽ അവരുടെ ഈമാൻ വർദ്ധിക്കുകയും ഈമാൻ അധികരിക്കുകയും ചെയ്യുമെന്നതിൽ രണ്ടഭിപ്രായമില്ല. ഈമാൻ കുറഞ്ഞു പോകുമെന്ന പേടിയാൽ സ്വഹാബത്ത് നബി തങ്ങളുടെ സദസ്സിൽ നിന്ന് മടങ്ങി പോകുമായിരുന്നില്ല. ബഹുമാനപ്പെട്ട സ്വഹാബാക്കൾ അല്ലാഹുവിന്റെ റസൂലിന്റെ സദസ്സിലിരുന്ന് ഖുർആൻ കേൾക്കുമ്പോ, ഹബീബായ തങ്ങളുടെ ആയത്തുകളും വചനങ്ങളും കേൾക്കുമ്പോ അവരുടെ ഹൃദയത്തിൽ ആർദ്രതകൾ കൊണ്ട് നിറയുമെങ്കിൽ അവർ തന്റെ ഭവനങ്ങളിലേക്ക് മടങ്ങി പോകുമ്പോ ഫഅഫസ്നൽ മതാ വല്ലയ്യാ, വീട്ടിലേക്ക് മടങ്ങി പോകുമ്പോൾ അവർ വീടുമായി ദുനിയാവിന്റെ കാര്യങ്ങളുമായി ബന്ധപ്പെടുമ്പോ ഈ ഓതപ്പെട്ട ആയത്തുകളെ കുറിച്ചും സ്വർഗത്തെ കുറിച്ചും അവർ മറന്നു പോവുകയാ. അതാ ആ പരാതിയുമായി വീണ്ടും സഹാബത്ത് നബി തങ്ങളുടെ ഹദറത്തിലേക്ക് കടന്നു വരികയാണ്. യാ റസൂലല്ലാഹ്, നകൂനു മിൻ ഇൻദിക തുദക്കിറുനൽ ജന്നത വന്നാർ. ഹബീബായ തങ്ങളെ അവിടുത്തെ സദസ്സിൽ ഞങ്ങൾ ഇരിക്കുമ്പോ അങ്ങ് സ്വർഗത്തെ കുറിച്ചും നരകത്തെ കുറിച്ചും ഖുർആനിന്റെ ഭാഷയിൽ ഞങ്ങൾക്ക് അവതരിപ്പിച്ചു തരുമ്പോ കന്നാ റഅയു ഐനി യാ റസൂലല്ലാഹ്, നബിയേ ഞങ്ങൾ സ്വർഗത്തിന്റെ മുന്നിൽ ഇരിക്കുന്ന പ്രതീതിയാണ്, സ്വർഗത്തിന്റെ വക്കിലിരിക്കുന്ന പ്രതീതിയാണ്. യാ റസൂലല്ലാഹ്, നഹ്നു ഖറജ്നാ മിൻ ഇൻദിക, അവിടുത്തെ സദസ്സിൽ നിന്ന് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി വരികയോ ഫഅഫസ്നൽ മതാ വൽ ഔലാദ വല്ലയ്യാ ഫനസീനാ കസീറാ.
നബിയെ അവിടുത്തെ സദസ്സിൽ നിന്ന് ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് ഞങ്ങൾ മടങ്ങി വരികയും ഭാര്യ സന്താനങ്ങളുമായി ബന്ധപ്പെടുമ്പോ ഹബീബായ തങ്ങളെ അവിടുത്തെ ഓരോ വചനങ്ങളും ഞങ്ങൾ മറന്നു പോകുന്നു ഹബീബേ, മറന്നു പോകുന്നു ഹബീബേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആരൊരാളാ സദസ്സിലിരുന്നു കൊണ്ട് ഈ പറയപ്പെടുന്ന ഓതപ്പെടുന്ന ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളെ കേൾക്കുകയും ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നുവോ അവർക്കായിരിക്കും നാളെ ആഖിറത്തിൽ ഉന്നതമായ പദവിയെന്ന് സഹാബാക്കൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോ പക്ഷേ നബി തങ്ങൾ പറഞ്ഞു അത് സാധ്യമാവുകയില്ല, സാധ്യമാവുകയില്ല. ചർച്ച ചെയ്യുമ്പോ വല്ലാത്ത ആവേശം, ഖുർആൻ കേൾക്കുമ്പോ വല്ലാത്ത മോഹം, വീട്ടിലേക്ക് പോകുമ്പോ 1-2 ദിവസം ഈ ചർച്ച ചെയ്തതിനെ കുറിച്ച് നമുക്കൊരു ആവേശവും ഒരാഗ്രഹവും ഒരു സ്മരണയും ഉണ്ടാകും. 2-3 ദിവസം കഴിഞ്ഞ് ദുനിയാവുമായുള്ള ബന്ധങ്ങൾ നമ്മളെ മൂടിക്കളയുമ്പോ നമ്മൾ കേട്ടതെല്ലാം പഠിച്ചതെല്ലാം മറന്നു പോകുന്നു. പക്ഷേ ഉലമാക്കളോ ഖുർആനിന്റെ സാരഥികളോ ലാ യശ്ബഉ മിൻഹുൽ ഉലമാ, ഉലമാക്കൾക്ക് എത്ര കേട്ടാലും വയറ് നിറയുകയില്ല. വലാ യഖ്ലിഖു അൻ കസറത്തിർ റദ്ദ്, ആരെല്ലാം ഈ പരിശുദ്ധ ഖുർആനിനെ എതിർത്താലും ഇത് പഴമയാവുകയില്ല, പഴമയുള്ളതാവുകയില്ല. ഈ ഖുർആനിന് ഒരു ന്യൂനതകളും സംഭവിക്കുകയില്ല. വലാ തൻതം വലാ തൻഖളി അജായിബഹു, ആ ഖുർആനിനകത്തുള്ള ഉള്ളടക്കങ്ങളും അത്ഭുതങ്ങൾക്കും ഒരു കുറവും വരികയില്ല. ലം തൻതഹിൽ ജിന്നു ഹീന ഇദ് സമിഅതുഹു വഇദ് സറഫ്നാ ഇലൈക നഫറൻ മിനൽ ജിൻ യസ്തമിഊനൽ ഖുർആൻ ഫലമ്മാ ഹദറൂഹു ഖാലൂ അൻസിതൂ ഫലമ്മാ ഖുളിയ വല്ലൗ പരിശുദ്ധ പ്രവാചകൻ പറയുകയാണ്, ജിന്നുകൾക്ക് പോലും അത്ഭുതമുളവാക്കിയ ഗ്രന്ഥമത്രേ. ജിന്നുകൾ പോലും കേട്ടിട്ട് മതിവരാതെ എത്ര കേട്ടിട്ട് നബിതങ്ങൾ ഖുർആൻ പാരായണം നടത്തുമ്പോ വീണ്ടും കേൾക്കണം കേൾക്കണം എന്ന ബോധിയോടുകൂടി ആവേശത്തോടുകൂടി വീണ്ടും കേൾക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചുവെങ്കിൽ ആ ഖുർആനിന്റെ മാസ്മരിക ശക്തി എത്രത്തോളം വലുതാ. ഇന്നും നിങ്ങൾ മക്കയിലേക്ക് പോകുന്നുവെങ്കിൽ അവിടെ ഒരു പള്ളി കാണാം. ആ പള്ളിയുടെ പേരാണ് മസ്ജിദുൽ ജിന്ന്, ജിന്നുകളുടെ പള്ളി. സൂറത്തുൽ ജിന്ന് അവതരിപ്പിച്ചത് അവിടെ വെച്ചാണ്. പരിശുദ്ധ പ്രവാചകൻ ആ പള്ളിയുടെ മിഹ്റാബിൽ ഇരുന്നു കൊണ്ട് ഖുർആനിന്റെ വചനങ്ങൾ ഓതുമ്പോ ജിന്നുകളുടെ ഒരു സംഘത്തെ തന്നെ അല്ലാഹു നബി തങ്ങളുടെ ഹദറത്തിലേക്ക് നിയോഗിക്കുകയാ. വഇദ് സറഫ്നാ ഇലൈക നഫറൻ മിനൽ ജിൻ യസ്തമിഊനൽ ഖുർആൻ, പരിശുദ്ധ ഖുർആൻ കേൾക്കുന്നതിന് വേണ്ടി നബിയെ അവിടുത്തെ സദസ്സിലേക്ക് ജിന്നുകളുടെ ഒരു കൂട്ടത്തെ നാം നിയോഗിച്ചപ്പോൾ യസ്തമിഊനൽ ഖുർആൻ, അവർ ഖുർആൻ കേൾക്കുകയാണ്, ഖുർആൻ കേൾക്കുന്നവരാണ്. ഖുർആൻ കേൾക്കാനുള്ള താല്പര്യത്തോടെ അവിടുത്തെ സദസ്സിലേക്ക് വന്നപ്പോൾ ഫലമ്മാ ഹദറൂ, പരിശുദ്ധ ഖുർആൻ ഓതപ്പെടുന്ന സദസ്സിൽ അവർ സന്നിഹിതരായപ്പോ ഖാലൂ, അവർ പറഞ്ഞു അത്രേ അൻസിതൂ, ഖുർആൻ ചർച്ച ചെയ്യപ്പെടുന്ന സദസ്സിൽ നിങ്ങൾ ശാന്തരായിരിക്കണമേ, സശ്രദ്ധം ശ്രവിക്കണമേ, അടങ്ങിയിരിക്കണമേ, മര്യാദയോടെ കഴിയണമേ. ജിന്നുകൾ പോലും ഖുർആനിന്റെ മാസ്മരിക ശക്തി കേട്ടിട്ട് ജിന്നുകൾ അവിടുത്തെ നേതാക്കന്മാർ മറ്റുള്ള ജിന്നുകളുടെ അനുയായികളോട് പറയുകയാണ്, നിങ്ങൾ സമാധാനത്തോടിരുന്ന് ഈ ഖുർആൻ കേൾക്കണമേ. ഖാലൂ അൻസിതൂ ഫലമ്മാ ഖുളിയ വല്ലൗ ഇലാ ഖൗമിഹിം മുൻദിരീൻ.
ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ സദസ്സിലിരുന്ന് ഖുർആൻ കേട്ടിട്ടവർ മടങ്ങിപ്പോയപ്പോ, തന്റെ ഭവനങ്ങളിലേക്ക് തന്റെ സങ്കേതങ്ങളിലേക്ക് അവർ മടങ്ങിപ്പോയപ്പോൾ അവർ ഓരോരുത്തരും താക്കീതുകാരായിട്ടാണ് മടങ്ങിപ്പോയത്. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ജിന്ന് വർഗത്തിനും മനുഷ്യവർഗത്തിനും നേതാവല്ലയോ? ഹബീബായ തങ്ങൾ പറഞ്ഞ ഓരോ വാക്കുകളും വചനങ്ങളും ജിന്ന് വർഗങ്ങൾ പരസ്പരം ചർച്ച ചെയ്യുകയാണ്, പരസ്പരം പറഞ്ഞു കൊടുക്കുകയാണ്, പ്രബോധനം ചെയ്യുകയാണ്. ഖാലൂ യാ ഖൗമനാ ഇന്നാ സമിഅനാ കിതാബൻ ഉൻസില മിൻ ബഅദി മൂസാ മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി യഹ്ദി ഇലൽ ഹഖ് വ ഇലാ സിറാത്തിൻ മുസ്തഖീം. യാ ഖൗമനാ അജീബൂ ദാഇ അല്ലാഹ്, യാ ഖൗമനാ അജീബൂ ദാഇ ജിന്നുകൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്, പറഞ്ഞു കൊടുക്കുകയാണ്, പരസ്പരം കൈകാര്യം ചെയ്യുകയാണ്. കേട്ട മതപ്രഭാഷണത്തിൽ എന്തൊക്കെയാണ് നബിതങ്ങൾ പറഞ്ഞത്, അവിടെ ചർച്ച ചെയ്തത് എന്തൊക്കെയാണ്? മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ശേഷം അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ വാസ്തവമാക്കിയ ഓരോ വിഷയങ്ങളെ കുറിച്ചും സ്വർഗത്തിന്റെ വഴികളെ കുറിച്ചും പറയപ്പെടുന്ന ഗ്രന്ഥം അതാ ഞങ്ങൾ കേട്ടിരിക്കുകയാ. അതുകൊണ്ട് സമുദായമേ, ഉൾക്കൊള്ളണമേ, മനസ്സിലാക്കണമേ, സ്വീകരിക്കണമേ, പഠിക്കണമേ, പഠിപ്പിക്കണമേ, ആ വഴികളെ അനുധാവനം ചെയ്യണമേ എന്ന് ജിന്നുകൾ പോലും പറഞ്ഞുവെങ്കിൽ ലാ യശ്ബഉ മിൻഹുൽ ഉലമാ, എത്ര കേട്ടാലും മതി വരാത്ത ഗ്രന്ഥമത്രേ ഖുർആൻ. വലാ തൻഖദി അജായിബഹു, അതിന്റെ അത്ഭുതങ്ങൾ ഒരിക്കൽ പോലും അസ്തമിച്ചു പോവുകയില്ല. വലാ യഖ്ലിഖു അൻ കസറത്തിർ റദ്ദ്, ആരെല്ലാം എതിർത്താലും ആരെല്ലാം പുച്ഛിച്ചാലും അത് പഴഞ്ചൻ ഗ്രന്ഥമായി മാറുകയില്ല. അതുകൊണ്ട് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ ഖാല ബിഹി സദ്ദഖ, ആരൊരാൾ ഈ ഖുർആൻ കൊണ്ട് സംസാരിക്കുന്നുവോ അവൻ രക്ഷപ്പെട്ടു, അവൻ സത്യസന്ധത ലോകത്ത് വ്യാപിപ്പിച്ചു, പ്രചരിപ്പിച്ചു. വമൻ അമില ബിഹി ഉജിറ, ആരൊരാൾ ഈ ഖുർആൻ കൊണ്ട് അമൽ ചെയ്യുന്നുവോ കൂലി നൽകപ്പെടും. വമാ അമില ബിഹി ഉജിറ വമൻ ഹകമ ബിഹി അദല, ആരൊരാൾ ഈ ഖുർആൻ കൊണ്ട് നീതി ബോധം ലോകത്ത് നടപ്പിലാക്കുന്നുവോ അവൻ യഥാർത്ഥ നീതിമാനായി മാറുകയും അവന് നീതി ലഭിക്കുകയും ചെയ്യുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പരിശുദ്ധ ഖുർആനിനെ കുറിച്ച് മൊത്തത്തിൽ നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ഒരു ആശയമാണ്. ഇതിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. ഇത് ഓരോന്ന് നമുക്കെടുത്ത് ചർച്ച ചെയ്യാം. മുൻഗാമികളുടെ ചരിത്ര പശ്ചാത്തലം ഈ ഖുർആനിലുണ്ട്. ഒരുപാട് സംഭവങ്ങൾ അതെല്ലാം നമുക്ക് പറയാൻ പറ്റുമോ? ഒരുപാട്. ലൂത്ത് നബി, ഹൂദ് നബി, നൂഹ് നബി, സാലിഹ് നബി, ഇബ്രാഹിം നബി, ഇസ്ഹാഖ് നബി അലൈഹിമുസ്സലവാത്തു വതസ്ലീമാത്ത്, ഇവരുടെ ഓരോരുത്തരുടെ സംഭവങ്ങൾ പരിശുദ്ധ ഖുർആനിൽ വിശദീകരിക്കുന്നുണ്ട്. അള്ളാഹുവിനെ കുറിച്ച് അവർ അവതരിപ്പിച്ചപ്പോ, അള്ളാഹുവിന്റെ അസ്തിത്വത്തെ പരിചയപ്പെടുത്തിയപ്പോ അതിനെ നിഷേധിച്ച നിഷേധികളെ കൈകാര്യം ചെയ്ത ചരിത്രം അള്ളാഹു ഖുർആനിൽ റിസാലത്തിന്റെ പ്രവാചകനായ ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം 950 വർഷം ദീനിന്റെ പ്രബോധനം നടത്തി. 950 വർഷം ദീനിന്റെ പ്രബോധനം നടത്തിയപ്പോ വളരെ തുച്ഛമായ ആളുകൾ മാത്രമാണ് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വഴികളെ സ്വീകരിക്കാൻ, അള്ളാഹുവിനെ അംഗീകരിക്കാൻ തയ്യാറായത്. 950 വർഷം. ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് ദുആ ചെയ്തു, പടച്ചവനെ, ഞാൻ എത്ര കഷ്ടപ്പെട്ട് എത്ര ത്യാഗം സഹിച്ച് പകലെന്നില്ലാതെ നിന്നെ കുറിച്ച് ഞാൻ ഇവർക്ക് പറഞ്ഞു കൊടുത്തു, പഠിപ്പിച്ചു കൊടുത്തു, പക്ഷേ അവർ അത് സ്വീകരിക്കുന്നില്ലല്ലോ പടച്ചവനെ. ഈ മുൻഗാമികളുടെ ചരിത്രം അല്ലാഹു ഖുർആനിൽ പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഖുർആനുമായി ബന്ധമില്ലാത്ത മുസ്ലിം ഉമ്മത്തിന് ഒരു പാഠവും ഒരു താക്കീതുമാണ്. ശ്രദ്ധിച്ചു മനസ്സിലാക്കുക. റബ്ബി ഇന്നി ദഅഉതു ഖൗമി ലൈലൻ വനഹാറാ ഫലം യസിദുഹും ദുആഇ ഇല്ലാ ഫിറാറാ. ബഹുമാനപ്പെട്ട
ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് പറയുകയാണ്, അല്ലാഹുവേ, എൻ്റെ സമുദായത്തെ രാപ്പകലില്ലാതെ ഞാൻ ക്ഷണിക്കുകയാ. റബ്ബി ഇന്നി ദഅഉതു ഖൗമി ലൈലൻ വനഹാറാ. രാവും പകലും നിന്നിലേക്ക് എൻ്റെ സമുദായത്തെ ഞാൻ ക്ഷണിച്ചു അല്ലാഹ്. ഫലം യസിദുഹും ദുആഇ ഇല്ലാ ഫിറാറാ. കുറിച്ച് പറയുവാൻ, നിന്റെ അസ്തിത്വത്തെ കുറിച്ച് പറയുവാൻ അവരുടെ അരികിലേക്ക് ഞാൻ ചെല്ലുമ്പോ അല്ലാഹ്, അവർ പേടിച്ചു ഓടുകയാണ്, വിരണ്ടു ഓടുകയാണ്. പടച്ചവനെ, 21-ാം നൂറ്റാണ്ടിലെ മുസ്ലിമേ, ആയിരങ്ങൾ പതിനായിരങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവങ്ങൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖുർആനിൽ പറയുമ്പോ, സുബ്ഹി നമസ്കരിക്കാത്ത വ്യക്തികളെ വിളിക്കാൻ പോകുമ്പോ, ദുഹർ നമസ്കരിക്കാത്ത വ്യക്തികളെ ക്ഷണിക്കാൻ പോകുമ്പോ, നമസ്കാരമില്ലാത്ത യുവാക്കളെ പള്ളികളിലേക്ക് ക്ഷണിക്കാൻ പോകുമ്പോ അവർ പുച്ഛഭാവത്തോടെ കാണുന്നുവെങ്കിൽ, നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ അല്ലാഹു അവരോട് ഏത് നയമാണ് സ്വീകരിച്ചതെന്ന് ഫീഹി നബഉ മാ ഖബലകും, മുൻഗാമികളുടെ ചരിത്ര പശ്ചാത്തലവും നമ്മുടെ ഈ കാലഘട്ടവും തമ്മിൽ ഒന്ന് തട്ടിച്ചു നോക്കണമേ. നിസ്കരിക്കാൻ പറയുമ്പോ അവർക്കൊരു മടിയാണ്, ദീനിന്റെ കാര്യം പറയുമ്പോ മടിയാണ്, ഹലാല് ചെയ്യണേ എന്ന് പറയുമ്പോൾ അത് ഇഷ്ടപ്പെടുകയില്ല, സീരിയൽ കാണരുതേ, സിനിമ കാണരുതേ അത് പറഞ്ഞാൽ കേൾക്കൂല, കള്ള് കുടിക്കരുതേ, പലിശ വാങ്ങല്ലേ പറഞ്ഞാൽ അത് സ്വീകരിക്കൂല, നമസ്കരിക്കണേ ചെറുപ്പക്കാരാ അതിഷ്ടമല്ല. ഇത് തന്നെയാണ് നൂഹ് നബിയുടെ കാലഘട്ടത്തിലും സംഭവിച്ചത്. റബ്ബി ഇന്നി ദഅഉതു ഖൗമി ലൈലൻ വനഹാറാ ഫലം യസിദ്ഹും ദുആഇ ഇല്ലാ ഫിറാറാ വഇന്നി കുല്ലമാ ദഅഉതുഹും ലിതഗ്ഫിറ ലഹും ജഅലൂ അസാബിഅഹും ഫീ ആദാനിഹിം വസ്തഗ്ശൗ സിയാബഹും വഅസറൂ واستكبروا استكبارا ثم إني دعوتهم جهارا ثم إني أعلنت لهم وأسررت لهم إسرارا فقلت استغفروا ربكم إنه كان غفارا. നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ 950 വർഷക്കാലത്തെ പ്രബോധനത്തിൽ നടന്ന സംഭവങ്ങളെല്ലാം റബ്ബിനോട് മഹാനായ നൂഹ് നബി വിശദീകരിക്കുകയാണ്, വിവരിക്കുകയാണ്. പടച്ചവനെ, വഇന്നി കുല്ലമാ ദഅഉതുഹും ലിതഗ്ഫിറ ലഹും, അല്ലാഹുവേ, എൻ്റെ സമുദായത്തിന്റെ പാപങ്ങൾ മാപ്പ് ചെയ്തു കൊടുക്കാൻ ഞാൻ അവർക്ക് വേണ്ടി പശ്ചാത്തപിക്കാം, ദുആ ചെയ്യാം, നിങ്ങൾ കടന്നു വരണമേ എന്ന് ഞാൻ അവരോട് പറയുമ്പോ, ജഅലൂ അസാബിഅഹും ഫീ ആദാനിഹിം, അവരുടെ കാതുകളിലേക്ക്, ചെവിക്കുള്ളിലേക്ക്, ശ്രവണപുടങ്ങളിലേക്ക് വിരലുകൾ തള്ളിക്കയറ്റുകയാണ്. റബ്ബേ, വഅസറൂ വസ്തക്ബറു ഇസ്തിക്ബാറാ, അഹങ്കാരികളും ധിക്കാരികളുമായി റബ്ബേ ഈ ഭൂമുഖത്ത് ജീവിക്കുകയാണ്. പടച്ചവനെ, വഇന്നി ദഅഉതു വഇന്നി കുല്ലമാ ദഅഉതുഹും ലിതഗ്ഫിറ ലഹും ജഅലൂ അസാബിഅഹും ഫീ ആദാനിഹിം വസ്തഗ്ശൗ സിയാബഹും, അവരുടെ വസ്ത്രങ്ങൾ അവരുടെ ശരീരത്തിൽ മൂടിക്കൊണ്ട്, വഅസറൂ വസ്തക്ബറു ഇസ്തിക്ബാറാ, അഹങ്കാരികളായി പിന്തിരിഞ്ഞു പോകുമ്പോ ഞാൻ വിടുകയില്ല റബ്ബേ, വിടുകയില്ല റബ്ബേ. ثم إني دعوتهم جهارا, പരസ്യമായി ഓരോ കുന്നിന്റെ മുകളിലും മലമുകളിലും ഓരോ ഗ്രാമവീഥികളിലും ഞാൻ അല്ലാഹുവേ നിന്നെ കുറിച്ച് ഈ സമുദായത്തോട് പരിചയപ്പെടുത്തി കൊടുത്തു. ثم إني دعوتهم جهارا ثم إني أعلنت لهم وأسررت لهم إسرارا, വ്യക്തിപരമായി രഹസ്യമായി ഓരോ വ്യക്തിയുടെ അരികിൽ പോയി ഒറ്റയ്ക്കും എല്ലാം കൂട്ടായ്മയോടെയും ഞാൻ പറഞ്ഞു നോക്കിയല്ലാ. പക്ഷേ അതെല്ലാം അവർ നിഷേധിക്കുകയാണ് റബ്ബേ, തിരസ്കരിക്കുകയാണ് റബ്ബേ. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വിഷമവും അവിടുത്തെ വെപ്രാളവും അവിടുത്തെ വ്യഥയും അള്ളാഹുവിന്റെ മുന്നിൽ അവതരിപ്പിച്ചു. ഞാൻ ഈ ജനങ്ങളെയൊക്കെ വിളിച്ചു നോക്കി, അല്ലാഹ് നിന്റെ കാര്യം പറഞ്ഞു നോക്കി റബ്ബേ, നിന്നെ കുറിച്ച് പറഞ്ഞു നോക്കി, ഇസ്ലാമിന്റെ നിയമങ്ങളെ പഠിപ്പിച്ചു. ഇവനൊന്നും കേൾക്കാൻ തയ്യാറല്ല അല്ലാഹ്. ഇന്ന് ഉമ്മത്ത് അങ്ങനല്ലേ,
ഇസ്ലാമിക നിയമങ്ങൾ പാലിച്ചുകൊണ്ടുള്ള നിക്കാഹ്, കല്യാണം, അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വരുമ്പോൾ അതിനൊന്നും സ്വീകരിക്കാൻ തയ്യാറല്ല. വേണ്ട, സ്വീകരിക്കാൻ തയ്യാറായാൽ വന്നപ്പോൾ അവസാനം എന്താ ചെയ്തത്? നൂഹ് നബി അലൈഹി സ്വലാത്തു ദുആ ചെയ്തു, റബ്ബി ലാ തദർനി റബ്ബി ലാ തദർ അലൽ അർളി മിനൽ കാഫിരീന ദയ്യാറാ ഇന്നക തദർഹും യുളില്ലൂ ഇബാദക വലാ യലിദൂ ഇല്ലാ ഫാജിറാ കഫാറാ. അല്ലാഹുവേ, നിന്നെ ധിക്കരിക്കുന്ന ഈ ധിക്കാരി വർഗത്തെ ഈ ഭൂലോകത്ത് ജീവിക്കാൻ നീ അനുവദിച്ചാൽ അവരുടെ ബീജത്തിൽ ജനിക്കുന്ന സന്താനങ്ങൾ പോലും ധിക്കാരികളായി ഈ ലോകത്ത് അഹങ്കാരികളായി നടക്കും പടച്ചവനെ. അതുകൊണ്ട് ഈ ഭൂലോകത്ത് ധിക്കാരികളെ വെച്ചു പൊറുപ്പിക്കല്ലേ അല്ലാ. കുറെ നാള് ദഅവത്ത് ചെയ്തു, 1-2 ദിവസമല്ല, 950 വർഷം. 950 വർഷം. നമ്മൾ മനസ്സിലാക്കേണ്ടത് 900 ഒന്നും വേണ്ട, കുറേ പ്രാവശ്യം അവനോട് പറയും, നിസ്കരിക്ക്, നോമ്പ് പിടി, പലിശ വാങ്ങല്ലേ, കള്ളുടിക്കല്ലേ, കഞ്ചാവ് അടിക്കല്ലേ, പാൻപരാ കടിക്കല്ലേ. ഇതൊക്കെ പറഞ്ഞു നോക്കും. മനസ്സിലാവുന്നില്ല എങ്കിൽ അവസാനം മനസ്സുകൊണ്ട് വെറുക്കും. അല്ലാഹ്, ഈ ഖൗമിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ റബ്ബേ, എന്താ ചെയ്യാ? ആ വിഷമം നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹു അവതരിപ്പിച്ചു. നിന്നെ ധിക്കരിക്കുന്ന ഈ സമുദായത്തെ ഈ ഭൂലോകത്ത് വെച്ചേക്കണ്ട, മൊത്തത്തിനും തട്ടിയേ. حتى إذا جاء أمرنا وفارت النور. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തീരുമാനം ഇതാ വരാൻ പോവുകയാ. നൂഹേ, നിന്നെ വിശ്വസിച്ച എന്നെ വിശ്വസിച്ച എൻ്റെ അനുയായികളുമായി നീ വാഹനത്തിൽ കയറിക്കോ നൂഹേ. ബാക്കിയുള്ളവരെ ഞാൻ കൈകാര്യം ചെയ്യാൻ പോവുകയാണ് നൂഹേ. ബാക്കിയുള്ളവരെ കൈകാര്യം ചെയ്യാൻ പോവുകയാണ്. അല്ലാഹയെ വിശ്വസിച്ചവരെ ഈ വണ്ടിയിൽ കയറ്റിക്കോ, പോയിക്കോ. حتى إذا جاء أمرنا وفارت النور. അല്ലാഹുവിന്റെ തീരുമാനം എത്തുകയാണ്. അവർ ഉപയോഗിച്ചു കൊണ്ടിരുന്ന അടുപ്പ് പൊട്ടിത്തെറിക്കുകയാ. ജലപ്രളയമാണ്, ഉറവ പൊട്ടുകയാണ്. എത്രത്തോളം മലമുകളിൽ കഴിഞ്ഞുകൂടിയവരെയും വലിയ വലിയ വമ്പൻ തിരമാലകൾ അവരെ പൊതിയുകയാ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ പരിശുദ്ധ ഖുർആൻ ഒരു തിരമാലയെ പരിചയപ്പെടുത്തുകയാണ്. ഈ 21-ാം നൂറ്റാണ്ടിൽ ആദ്യമായി നാം കേൾക്കുന്ന തിരമാല 10,000 വർഷങ്ങൾക്ക് മുമ്പ് നൂഹ് നബിയുടെ കാലഘട്ടത്തിൽ സംഭവിച്ച തിരമാലയാണെങ്കിൽ പരിശുദ്ധ ഖുർആൻ ആ തിരമാലയെയും ഈ തിരമാലയെയും യോജിപ്പിക്കുകയാ. അല്ലാഹുവിനെ ധിക്കരിച്ച ധിക്കാരി വർഗത്തെ സുനാമി തിരമാലകളെ കൊണ്ട് പാഠം പഠിപ്പിച്ച ചരിത്രം പരിശുദ്ധ ഖുർആനിന്റെ താളുകളിൽ കിടക്കുന്നുണ്ടെങ്കിൽ 21-ാം നൂറ്റാണ്ടിൽ സുനാമി തിരമാലകളെ അതിജയിച്ച മനുഷ്യ, സുനാമി തിരമാലകളെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ ചർച്ച ചെയ്യുന്നുവെങ്കിൽ വലാ യഖ്ലിഖു അൻ കസറത്തിർ റദ്, പഴഞ്ചനല്ല. വർത്തമാന കാലഘട്ടങ്ങളിൽ നടക്കുന്ന സംഭവ വികാസങ്ങളെ കുറിച്ച് വ്യക്തമായ രൂപരേഖയോടുകൂടി ലോകത്തിന്റെ പെരുമാറിൽ പരിചയപ്പെടുത്തുന്ന ഗ്രന്ഥം അത് പരിശുദ്ധ ഖുർആനാണ്. അത് റബ്ബിന്റെ ഗ്രന്ഥമാണ്. ആരുടെയും കൈകടത്തലുകൾക്ക് വിധേയമാകാത്ത വൈരുദ്ധ്യമില്ലാത്ത ഗ്രന്ഥമാണെങ്കിൽ ആ ഖുർആനിൽ അല്ലാഹു സുനാമി തിരമാലകളെ കുറിച്ച് ചർച്ച ചെയ്തു കഴിഞ്ഞു. ഇനി സുനാമി അടിച്ചാലും അമേരിക്കക്കാരന്റെ പെന്റഗണിന്റെ കമ്പ്യൂട്ടർ ചലിക്കാതെ ലോകത്ത് ഒരു ചുക്കും നടക്കുകയില്ല എന്ന് വീരവാദം മുഴക്കുമ്പോ അമേരിക്കക്കാരനെ പോലും ഞെട്ടിച്ചുകൊണ്ട് സുനാമി തിരമാല അടിച്ചപ്പോ ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ സുനാമിയെ കുറിച്ചൊരു മുന്നറിയിപ്പ് നൽകാൻ അമേരിക്കക്കാരന് സാധ്യമായില്ല എങ്കിൽ അവനെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയുകയില്ല എന്ന് തന്നെയാണ് അതിന്റെ തെളിവ്. പക്ഷേ ഖുർആൻ പഠിച്ചിരുന്നുവെങ്കിൽ, ഖുർആനിന്റെ വജസ്സുകളെ ഉൾക്കൊണ്ടിരുന്നുവെങ്കിൽ, ഖുർആനിന്റെ അത്ഭുതങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നിരുന്നുവെങ്കിൽ ഇനി നടക്കാനുള്ള സംഭവങ്ങളെ കുറിച്ച് അതാ ചർച്ച ചെയ്യുകയാ. കഴിഞ്ഞുപോയ സംഭവങ്ങളെ കുറിച്ചും അതാ ചർച്ച ചെയ്തിരിക്കുകയാ. സുനാമി തിരമാലകളെ കുറിച്ച് ലോകത്ത് പരിചയപ്പെടുത്തിയത് അമേരിക്കക്കാരന്റെ കമ്പ്യൂട്ടർ അല്ല, അത് പരിശുദ്ധ ഖുർആനാണ്. പരിശുദ്ധ ഖുർആൻ അല്ലാതെ ലോകത്ത് ഒരു ശാസ്ത്രജ്ഞനും സുനാമിയെ കുറിച്ച് പരിചയപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല.
ഇന്നുകളിലാണ് സുനാമി തിരമാലകളെ കുറിച്ച് ഇന്ന് നമ്മുടെ ശാസ്ത്ര ഗവേഷകരെ പരിചയപ്പെടുത്തുന്നത്. ഇന്ന് നമ്മുടെ കുട്ടികൾ പഠിക്കുന്നതും അത് തന്നെയാണ് സുനാമി തിരമാല. എന്താണ് ഈ സുനാമി? രണ്ട് തിരമാലകളുടെ ഒരു സംയമനം. രണ്ട് തിരമാലകൾ, കടലിനടിയിൽ ഒരു തിരമാല, കടലിന് മുകളിലും ഒരു തിരമാല, രണ്ട് തിരമാല. ഈ രണ്ട് തിരമാലകൾ തമ്മിൽ യോജിച്ച് സംയോജിച്ച് ഒരുമിച്ച് ഭയങ്കരമായ നിലയിൽ, അതായത് വമ്പൻ തിരമാല പോലെ, വമ്പൻ തിരമാല പോലെ. സുനാമി എന്ന് പറഞ്ഞാൽ, വമ്പൻ തിരമാല എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ ഉയരത്തിൽ, മീറ്റർ കണക്കെ കിലോമീറ്റർ കണക്കെ ഉയരുന്ന തിരമാല. അതാണല്ലോ സുനാമി തിരമാല. ഇതാണ് നമ്മുടെ ഗവേഷകരെ പഠിപ്പിച്ചത്, നമ്മുടെ ശാസ്ത്രം പഠിപ്പിച്ചത്. കടലിനടിയിലും ഒരു തിരമാല, കടലിന് മുകളിലും ഒരു തിരമാല, രണ്ട് തിരമാല. ഇന്ന് നമ്മുടെ പരിസരങ്ങളിൽ ബീച്ചിൽ പോയിട്ട് നമ്മുടെ ഇപ്പോഴത്തെ കടലിന്റെ തിരമാല നോക്കിയാൽ ഒരു തിരമാല നമുക്ക് കാണാൻ കഴിയുള്ളൂ. അപ്പൊ അടിയിൽ ഒരു തിരമാല ഉണ്ടെന്ന് ഖുർആൻ പറഞ്ഞു, മുകളിൽ ഒരു തിരമാല ഉണ്ടെന്ന് ഖുർആൻ പറഞ്ഞു. ശാസ്ത്രം പറയുന്നു അടിയിലും ഒരു തിരമാലയുണ്ട്, മുകളിലും ഒരു തിരമാലയുണ്ട്. ഈ രണ്ട് തിരമാലകളും കൂടെ യോജിച്ചാണ് സുനാമി തിരമാലയായി രൂപപ്പെടുന്നത്, വമ്പൻ തിരമാല. പരിശുദ്ധ ഖുർആൻ ചർച്ച ചെയ്യുകയാണ്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കൈകാര്യം ചെയ്തത് സുനാമി തിരമാലയാണെങ്കിൽ ഇന്ന് ഈ സുനാമി തിരമാലയ്ക്ക് നമ്മുടെ ശാസ്ത്ര ഗവേഷകർ പേരിട്ടത് പർവ്വത സമാനമായ തിരമാല. വഹിയ തജ്രീ ബിഹിം ഫീ മൗജിൻ കൽ ജിബാൽ, വഹിയ തജ്രീ ബിഹിം ഫീ മൗജിൻ കൽ ജിബാൽ, വഇദാ ഗശിയഹും موج كالظلل وإذا غشيهم موج كالظلل دعوا الله مخلصين له الدين. പരിശുദ്ധ ഖുർആനിൽ സുനാമി തിരമാലയെ കുറിച്ച് 1400 വർഷങ്ങൾക്ക് മുമ്പ് പരിചയപ്പെടുത്തിയെങ്കിൽ സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആൻ അത്ഭുതങ്ങളുടെ മഹാ അത്ഭുതമല്ലയോ? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഉപയോഗിച്ച വാക്കെന്താണ്? നൂഹ് നബിയും അവിടുത്തെ അനുയായികളും സുനാമി തിരമാലകളെ ഭേദിച്ചുകൊണ്ട് കടന്നു നീങ്ങുകയാണ്. വഹിയ തജ്രീ ബിഹിം ഫീ മൗജിൻ കൽ ജിബാൽ, ഐ മൗജിൻ കൽ ജിബാൽ, പർവ്വത സമാനമായ തിരമാല. അതല്ലയോ സുനാമി തിരമാല? പർവ്വത സമാനമായ തിരമാലകളെ ഭേദിച്ചുകൊണ്ടാണ് നൂഹ് നബിയുടെ കപ്പൽ നീന്തി തുടിക്കുന്നതെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹു തആല മറ്റൊരായത്തിലൂടെ പറയുകയാണ്, വഇദാ ഗശിയഹും മൗജൂൻ കൽലുലൽ, പർവ്വത സമാനമായ തിരമാലകൾ അവരെ മൂടി പൊതിഞ്ഞാൽ, ഐ കൽ ജബൽ, പർവ്വത സമാനമായ സുനാമി തിരമാലകൾ അവരെ മൂടി പൊതിഞ്ഞാൽ, അവർ അല്ലാഹുവിനെ വിളിച്ച് കേണപേക്ഷിക്കും, മുഖ്ലിസീന ലഹുദ്ദീൻ, ഇന്റഗ്രിറ്റിയോടുകൂടി നിഷ്കളങ്ക മനസ്സോടുകൂടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പൊട്ടിത്തെറിച്ചുകൊണ്ട് റബ്ബിന്റെ കോടതിയിലേക്ക് അവർ നിലവിളിച്ചു പറയുന്നുവെങ്കിൽ ആ സുനാമി തിരമാലകൾക്കകപ്പെട്ടു പോയാൽ അല്ലാഹു അല്ലാതെ രക്ഷപ്പെടുത്താൻ മറ്റാരെങ്കിലും ഉണ്ടോ? അപ്പോൾ പർവ്വത സമാനമായ തിരമാല എന്ന് ഖുർആൻ പരിചയപ്പെടുത്തിയെങ്കിൽ ശാസ്ത്രം വീണ്ടും പറയുന്നു കടലിനടിയിലും ഒരു തിരമാലയുണ്ട്, കടലിന് മുകളിലും ഒരു തിരമാലയുണ്ട്. ഈ രണ്ട് തിരമാലകളും യോജിച്ചുകൊണ്ടാണ് പർവ്വത സമാനമായ തിരമാലയായി ഉയരുന്നതെന്ന് പറയുമ്പോ കടലിന്റെ അടിത്തട്ടിലെ തിരമാലയെ കുറിച്ച് ഖുർആൻ ചർച്ച ചെയ്യുന്നുണ്ടോ? ഉണ്ട്. സൂറത്തുൻ നൂർ പരിശോധിച്ചാൽ കാണാം, ഔ കളുമാത് ഫീ ബഹരിൽ ലുജ്ജി യഗ്ശാഹു മൗജ് മിൻ ഫൗഖിഹി മൗജ്. മൗജ് എന്ന് പറഞ്ഞാൽ തിരമാല എന്നാണ് അറബി ഭാഷ അർത്ഥമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ 2 പ്രാവശ്യം മൗജ് മൗജ് എന്ന് പറഞ്ഞു. എന്തേ? കടലിന് 2 തിരമാലകൾ ഉണ്ടായിരിക്കാം. അതാണല്ലോ മൗജ് എന്ന് പറയാനുള്ള കാരണം. ബഹുമാനമുള്ള സഹോദര, അന്ധവിശ്വാസികളുടെയും അവിശ്വാസികളുടെയും പ്രവർത്തനങ്ങളെ കുറിച്ച് അല്ലാഹു ചർച്ച ചെയ്യുമ്പോ പരിശുദ്ധ ഖുർആനിൽ ഉപമയായിട്ട് അല്ലാഹു അറിയിക്കുകയാണ് അവരുടെ പ്രവർത്തനങ്ങൾ. അതൊരു അന്ധകാരം പോലെയാണ്. ഫീ
ബഹരിൽ ലുജ്ജി ആഴക്കടലിലെ അന്ധകാരം പോലെയാണ് യഗ്ശാഹു മൗജ് ആ ആഴക്കടലിനെ ഒരു തിരമാല പൊതിയുന്നു മിൻ ഫൗഖിഹി മൗജ് അതിന്റെ മുകളിലും ഉണ്ടൊരു തിരമാല 1400 വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധ പ്രവാചകന്റെ മേൽ അവതീർണമായ ഖുർആനിൽ 21-ാം നൂറ്റാണ്ടിൽ അടിക്കുന്ന സുനാമി തിരമാലകളെ കുറിച്ച് ചർച്ച ചെയ്തെങ്കിൽ ഒരൊറ്റ പോക്രികൾക്ക് പോലും പരിശുദ്ധ ഖുർആനിനെ പുറന്തള്ളാനോ വലിച്ചെറിയാനോ പിച്ച് ചീന്താനോ സാധ്യമല്ല എങ്കിൽ പരിശുദ്ധ ഖുർആൻ ഇന്നലകളുടെ ഗ്രന്ഥമാണ്, ഇന്നുകളുടെ ഗ്രന്ഥമാണ്, നാളുകളുടെ ഗ്രന്ഥമാണ്, കൈകടത്തലുകൾക്ക് വിധേയമാകാത്ത ഗ്രന്ഥമാണ്, വൈരുദ്ധ്യങ്ങളില്ലാത്ത ഗ്രന്ഥമാണ്, പടച്ച തമ്പുരാന്റെ സത്യസന്ദേശമാ. അതാരെ കൊണ്ട് മായിച്ചു കളയാൻ സാധ്യമല്ല. അതിന്റെ അർത്ഥവ്യത്യാസങ്ങളെ തേച്ചുമാക്കാനോ അതിന് വല്ലാത്ത അർത്ഥങ്ങൾ കൊടുത്ത് അതിനെ ഇടങ്ങേറാക്കാനോ മാലിന്യവൽക്കരിക്കാനോ സാധ്യമല്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി 21-ാം നൂറ്റാണ്ടിലെ ശാസ്ത്രജ്ഞർ പരിശുദ്ധ ഖുർആനിനെ ഗവേഷണം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അവിടുത്തെ അനുയായികളെ, അഹങ്കാരികളായ അനുയായികളെ കൈകാര്യം ചെയ്തത് ഇന്നത്തെ കാലഘട്ടത്തിൽ അടിച്ചത് പോലുള്ള സുനാമി തിരമാലയാ. ഇവിടെ ഈ സുനാമി അടിച്ചത് എവിടെയാ? ബീച്ചുകളിലല്ലേ? എത്രയെത്ര ബീച്ചുകളിൽ. ഇന്തോനേഷ്യ മുതൽ തുടങ്ങിയില്ലേ? ഇന്തോനേഷ്യ കൊണ്ട് തുടങ്ങിയെങ്കിൽ കോടിക്കണക്കിന് ഡോളർ നഷ്ടം സംഭവിച്ചു, ലക്ഷക്കണക്കിന് മനുഷ്യന്റെ ജീവന് ഹാനി സംഭവിച്ചു. എത്രയെത്ര മനുഷ്യ മക്കളുടെ കുടിലുകളാണ് നശിച്ചു പോയത്. എത്രയെത്ര വിലപിടിപ്പുള്ള സാധനങ്ങളും കൊട്ടാരങ്ങളുമാണ് തകർന്നടിഞ്ഞു പോയതെങ്കിൽ ബഹുമാനമുള്ള സഹോദരാ മുസ്ലിം ഭൂരിപക്ഷമുള്ള സ്ഥലമാണ് ഇന്തോനേഷ്യ. പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ധിക്കരിച്ചാൽ അത് ഏത് ധിക്കാരി വർഗമാണെങ്കിലും അവരെ കൈകാര്യം ചെയ്യും എന്നതിന്റെ ചരിത്രമാണ്. ഇന്തോനേഷ്യയിൽ നിന്ന് എല്ലാ വർഷവും 4-4.5 ലക്ഷത്തോളം ജനങ്ങൾ പരിശുദ്ധമായ കഅബ ഷരീഫിലേക്ക് വരുന്നുവെങ്കിൽ അവിടെ കല്യാണം കഴിക്കണമെങ്കിൽ അവരുടെ ക്വാളിഫിക്കേഷൻ ഹജ്ജ് ചെയ്തിരിക്കണമെങ്കിൽ അത്രത്തോളം പരിശുദ്ധ ഇസ്ലാം അധികരിച്ച് ജീവിക്കുന്ന മുസ്ലിം സമുദായത്തിന്റെ നാട്ടിലാണ് സുനാമി പ്രതിഭാസം അല്ലാഹു പരിചയപ്പെടുത്തിയതെങ്കിൽ എന്തേ സുഹൃത്തെ അതിനുള്ള കാരണം എന്തെന്നറിയുമോ? ഒന്ന് പരിശോധിച്ചാൽ അറിയാം. ലോകത്ത് ഏറ്റവും കൂടുതൽ സെക്സ് റാക്കറ്റ് നടക്കുന്നത് ഇന്തോനേഷ്യയിലാ. റെഡ് സ്ട്രീറ്റ് വ്യഭിചാരം നടക്കുന്നത് ഇന്തോനേഷ്യയിൽ. അള്ളാഹു വിട്ടില്ല. പല പരീക്ഷണങ്ങളും അള്ളാഹു നൽകി അവരെ പരീക്ഷിച്ചു നോക്കി. രക്ഷയില്ല. അവസാനം ഒരു പിടി. ഇന്ന ബത്ശ റബ്ബിക ലശദീദ്. ഒരൊറ്റപ്പിടി അല്ലാഹു പിടിച്ചു. അല്ലാഹു ചോദിക്കാണ് ആ സംഭവവുമായി ബന്ധപ്പെട്ട്, അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബ്ലികും മസ്സത്ഹുമുൽ ബഅസാ വൽളറാ وزلزلوا حتى يقول الرسول والذين آمنوا معه متى نصر الله ألا إن نصر الله قريب. പല ചരിത്ര സത്യങ്ങളും അല്ലാഹു പരിശുദ്ധ ഖുർആനിലൂടെ നമ്മെ പരിചയപ്പെടുത്തിയിട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് 21-ാം നൂറ്റാണ്ടിലെ ലാഘവത്തോടുകൂടി ആഡംബര പ്രിയരായി ജീവിക്കുന്ന പണം കൊണ്ട് അമ്പാനമാടി അല്ലാഹുവിനെയും ആഖിറത്തെയും ഖബറിനെയും ഭയപ്പെടാതെ ജീവിക്കുന്ന മനുഷ്യ, നിന്നോട് പരിശുദ്ധ ഖുർആൻ ചോദിക്കുകയാ, അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന. ലാഘവത്തോടുകൂടി വളരെ പെട്ടെന്ന് സുഖ സൗകര്യത്തോടുകൂടി സ്വർഗ്ഗത്തിൽ കടക്കാമെന്ന ബൂദിയോടുകൂടി നീ കഴിയുക
പറയുകയാണോ? വലമ്മാ യഅതികും മസലുല്ലദീന ഖലൗ മിൻ ഖബ്ലികും, മുൻഗാമികൾ അനുഭവിച്ച സംഭവങ്ങളെ കുറിച്ച് നിന്റെ ജീവിതത്തിൽ പഠിപ്പിച്ചിട്ട് ആ സംഭവങ്ങളൊന്നും നീ പഠിക്കാതെയും ഉൾക്കൊള്ളാതെയും അതുപോലെ നിന്റെ ശരീരത്തിലും പോറലേൽക്കാതെയും ലാഘവത്തോടെ നീ അങ്ങ് സ്വർഗത്തിൽ കടക്കാമെന്ന് നിങ്ങൾ ദഹിക്കുന്നുണ്ടോ? ബസ്സതുഹുൽ ബഅസാ വല്ലറാ, കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളിൽ ദുഃഖവും ദുരിതവും വലിയ വലിയ വിറപ്പിക്കപ്പെട്ട ചരിത്ര പശ്ചാത്തലങ്ങൾ മുൻഗാമികളുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. എതുവരെ എന്ന് വെച്ചാൽ ഹത്താ യഖൂലർ റസൂൽ വല്ലദീന ആമനൂ, ലോകത്തിന്റെ നായകത്വം വഹിക്കുന്ന പ്രവാചകൻ പോലും അവിടുത്തെ തണലിനെ പിൻപറ്റിക്കൊണ്ട് കഴിയുന്ന സഹാബാക്കൾ പോലും അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് കിടുകിടാ വിറപ്പിക്കപ്പെട്ടപ്പോൾ അവര് പോലും ചോദിച്ചില്ലയോ മതാ നസ്റുല്ലാഹ്, അല്ലാഹുവിന്റെ സഹായം എപ്പോഴാണ്, അള്ളാന്റെ സഹായം എപ്പോഴാണ്? ആധുനിക ടെക്നോളജിയിൽ മുങ്ങിത്താഴുന്ന മനുഷ്യ, ഭൂമി കുലുക്കമോ ഭൂകമ്പമോ ഉണ്ടായാൽ അമ്പരച്ചുംബികളായ കോട്ടകൊത്തളങ്ങൾ ഭൂമി വിഴുങ്ങിക്കൊണ്ടിരിക്കുമ്പോ നിങ്ങളുടെ അത്യാധുനിക ഉപകരണങ്ങൾ കൊണ്ട് മനുഷ്യനെ രക്ഷപ്പെടുത്താനോ ഈ കെട്ടിടങ്ങളെ രക്ഷപ്പെടുത്താനോ കഴിയുമോ? കേവലം ഒരു കൊടുങ്കാറ്റടിച്ചാൽ, കേവലം ഒരു കൊടുങ്കാറ്റടിച്ചാൽ, കേവലം ഒരു ചൂടായ കാറ്റടിച്ചാൽ, ഒരു കൊടും തണുപ്പ് വന്നു പോയാൽ, ഒരു സെക്കൻഡ് ഭൂമി ഒന്ന് കിടകിടാ വിറപ്പിക്കപ്പെട്ടാൽ, ഈ ആർ തട്ടഹസിക്കുന്ന തിരമാലകൾ നമ്മെ ഒന്ന് കവർന്നാൽ ഇവിടുത്തെ നിയമപാലകരെ കൊണ്ട് വല്ലതും ചെയ്യാൻ കഴിയുമോ? ഇവിടുത്തെ അധികാരി വർഗത്തെ കൊണ്ട് വല്ലതും ചെയ്യാൻ കഴിയുമോ? ഫൽ ഹുക്മു ലില്ലാഹ്, അല്ലാഹുവിനാണല്ലോ സകലമാന അധികാരങ്ങളും, അവൻ തന്നെയാണല്ലോ കൈകാര്യം ചെയ്യുന്നത്. റബ്ബിന്റെ കോടതിയെ വഞ്ചിച്ചുകൊണ്ട്, റബ്ബിനെ വഞ്ചിച്ചുകൊണ്ട് റബ്ബിന്റെ മുന്നിൽ നെറ്റിത്തടം സമർപ്പിക്കാതെ കേവലം ഭൗതികതയുടെ പിന്നാലെ പോകുന്ന മനുഷ്യ, നിനക്കും ഈ ദുരിതം വരാതെ നിന്നെ ഈ ലോകത്ത് നിന്ന് ഞാൻ എന്റെ ദർബാറിലേക്ക് വിളിക്കുകയില്ല. അതിന്റെ അടയാളമാണ് പരിശുദ്ധ പ്രവാചകനെയും അവിടുത്തെ സഹാബാക്കളെ പോലും കിടുകിടാ വിറപ്പിച്ചപ്പോൾ അല്ലാഹുവിന്റെ സഹായം എപ്പോഴാണെന്ന് അവർ നിലവിളിച്ചപ്പോൾ അലാ, അവർ സർവവും അല്ലാഹുവിന്റെ മുന്നിലേക്ക് ത്യജിച്ചപ്പോ അവരുടെ ജീവിതവും അവരുടെ സമ്പത്തും അവരുടെ ഊർജവും അവരുടെ എല്ലാം റബ്ബിന്റെ കോടതിയിലേക്ക് അവർ പരിത്യജിച്ചപ്പോ റബ്ബിന്റെ മറുപടി ഉണ്ടായി, ഇന്ന നസ്റല്ലാഹി ഖരീബ്, അല്ലാഹുവിന്റെ സഹായം ഇതാ ഉടനെ എത്തും കേട്ടോ. അല്ലാഹു സഹായിക്കും. എപ്പോ? അല്ലാഹയെ വിളിക്കണം ആ സമയത്ത്. ഇടങ്ങേറൊക്കെ വന്നതിന് ശേഷം അല്ല, അതിന് മുമ്പേ അല്ലാഹു റബ്ബുൽ ഇസ്സത്തുമായുള്ള ബന്ധം വേണം. ഇടങ്ങേറ് വരുമ്പോ ഒരു വിളി, അത് അല്ലാഹ്ക്ക് ഇപ്പൊ ആവശ്യമൊന്നുമില്ല. ആ സമയത്തുള്ള വിളിയല്ല അല്ലാഹ്ക്ക് വേണ്ടത്. നിങ്ങൾ അതിന് മുമ്പേ റബ്ബുമായുള്ള ബന്ധം സ്ഥാപിക്കണം. അതാണ് ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അനുയായികളെ അല്ലാഹ് രക്ഷപ്പെടുത്തിയത്. ഫീഹി നബഉ മാ ഖബലകും, മുൻഗാമികളുടെ ചരിത്രം ഇതിനകത്തുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചോദിക്കുകയാണ്, നിങ്ങളിപ്പോ ഈമാൻ, ഞങ്ങൾ ഈമാൻ ഉള്ളവരാണ്, ഞങ്ങൾ വിശ്വാസമുള്ളവരാണ്, ഞങ്ങൾ മുസ്ലിങ്ങളാണ് എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ഒരാപത്തും വരൂല എന്ന് നിങ്ങൾ ധരിക്കുന്നുണ്ടോ? ഖുർആൻ ചോദിക്കുന്നു. വത്തഖൂ ഫിത്ന ലാ തുസീബന്നല്ലദീന ളലമൂ മിൻകും ഖാസ്സ, ഒരു പ്രത്യേകമായ ഗ്രൂപ്പുകാരെ നോക്കി അല്ലാഹു പിടിക്കൂല, പിടിക്കുമ്പോൾ മൊത്തത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പിടിക്കും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പിടിക്കുമ്പോൾ മൊത്തത്തിൽ പിടിക്കും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതാണ് നമ്മളോട് ചോദിക്കുന്നത്. നിങ്ങൾ വിശ്വാസികളായി എന്ന് പറഞ്ഞതുകൊണ്ട്, ഞങ്ങൾ വിശ്വസിച്ചവരാണ് എന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങൾ അങ്ങ് വെറുതെ വിട്ടേക്കുമ്പോൾ നിങ്ങൾ ആരെങ്കിലും ധരിക്കുന്നുണ്ടോ? ബഹുമാനമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് മുൻഗാമികളുടെ ചരിത്രം നമുക്കൊരു പാഠമാണ്. മുൻഗാമികളുടെ ചരിത്രം നമുക്കൊരു പാഠമാണ്. ഇതിപ്പോ ഒരു ഉദാഹരണം മാത്രമേ പറഞ്ഞുള്ളൂ. ലൂത്ത് നബിയുടെ കാലഘട്ടം, ഷുഐബ് നബിയുടെ കാലഘട്ടം, സ്വാലിഹ് നബിയുടെ കാലഘട്ടം, ഹൂദ് നബിയുടെ കാലഘട്ടം, അവർക്കൊക്കെ സംഭവിച്ചത് എന്താ, അതൊക്കെ അതിന്റെ വിഷയത്തിൽ വരുന്നുണ്ട്. പക്ഷെ നമുക്കതെല്ലാം നമുക്ക് കൂടുതൽ അങ്ങോട്ട് ചർച്ച ചെയ്യാൻ കഴിയില്ല. ഒരുപാട് സമയമായി പോയി. ഇപ്പൊ തന്നെ 9:30 ഒരു വിഷയം പറഞ്ഞപ്പോ തന്നെ ഇനി എത്രയോ വിഷയം പറയാൻ കിടക്കും. ശേഷമുള്ളവരെ ഇപ്പോൾ ജീവിക്കുന്നവരെ, നിങ്ങൾക്കുള്ള സകലമാന വഴികളെ കുറിച്ചും ഈ ഖുർആൻ വിജയത്തിന്റെ വഴികൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. കേൾക്കണേ, പഠിക്കണേ, ഉൾക്കൊള്ളണേ, ചിന്തിക്കണേ.
അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. ഖുർആനിനെ കുറിച്ച് എന്തേ നിങ്ങൾ ചിന്തിക്കാത്തത്, മനസ്സിലാക്കാത്തത്? ഖുർആനിന്റെ പൊരുളിനെ കുറിച്ച് അറിയാത്തത് എന്തേ? നിങ്ങളുടെ ഹൃദയത്തിൽ പൂട്ട് വീണു പോയോ ദാസന്മാരെ, ദാസികളെ? അള്ളാന്റെ ചോദ്യം, എന്താ ചിന്തിക്കാത്തത്? എന്താ ഖുർആൻ പറഞ്ഞിട്ട് മനസ്സിലാത്ത? അള്ളാന്റെ ഗ്രന്ഥമല്ലേ ഇത്, എന്താ നിങ്ങൾ പഠിക്കാത്തത്? ഫലാ യതദബ്ബറൂനൽ ഖുർആൻ, ഫലാ യതദബ്ബറൂനൽ ഖുർആൻ. എന്താ നിങ്ങൾ ചിന്തിക്കാത്തത്? ബഹുമാനമുള്ള സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കാലഘട്ടക്കാർക്ക് അല്ലാഹു നമുക്ക് അറിയിക്കുന്ന കുറെ സന്ദേശം ഖുർആൻ